ഇതിനുവേണ്ടിയുള്ള വോട്ടർമാരെ അഭിവാദ്യം ചെയ്തത് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഇദ്ദേഹത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തെ വോട്ട് ചെയ്തവരെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതൊരു മാറ്റമാണ് സ്നേഹിതരെ. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് അസാധ്യമായിരുന്നത് സാധ്യമാക്കി തീർത്തിരിക്കുകയാണ്. അധികാരത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. എന്റെ വിജയം എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല മത്സരിച്ചത്. ജയിക്കാൻ വേണ്ടിയുമായിരുന്നില്ല. പക്ഷെ പിന്നീട് ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികം എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായി. ഞാൻ മത്സരിക്കുമ്പോ CPM-നകത്ത് നിന്ന് വലിയ നിലയിൽ വോട്ട് എനിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല എന്നതാണ് ഈ വിധിയെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ CPM-നകത്ത് നിന്ന് ലഭിച്ച വോട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടും കൂടിച്ചേർന്നപ്പോഴാണ് ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ എനിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ MLA മാത്രമല്ല ഞാൻ, ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധി എന്ന നിലയിൽ മാറുകയാണ്. എല്ലാവർക്കും ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA എന്ന നിലയിൽ എന്നെ സമീപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഏത് സമയത്തും നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. എന്നാൽ കഴിയും വിധത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള പരിശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പയ്യന്നൂർ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ തന്നെ ഒട്ടേറെ മേഖലകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ അവഗണിച്ചു എന്ന നിലയിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു വരുന്നു. പയ്യന്നൂർ മണ്ഡലത്തിന്റെ തുടർന്നുള്ള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാൻ സന്നദ്ധതയുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു കൺവെൻഷൻ നടത്തി തദ്ദേശ ഭരണ പ്രതിനിധികളെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കി അതിന് മുൻഗണന നിശ്ചയിച്ച് ആ മുൻഗണനാ ക്രമത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നതാണ് ഇപ്പോഴുള്ള ധാരണ. ഏറെ വൈകാതെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട്, അതോടൊപ്പം തന്നെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാൻ സാധിക്കുന്ന പദ്ധതികൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം പരിഹരിക്കാൻ സാധിക്കും, നിറവേറ്റാൻ സാധിക്കും എന്ന നിലയിലുള്ള ആലോചനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും
അത് എന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ എല്ലാവരുടെയും പൂർണ്ണമായ സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക. വികസന പ്രശ്നങ്ങളിൽ ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.